യാക്കോബ് അധ്യായം 4. നിങ്ങളുടെ ഇടയിൽ ശണ്ഠകളും കലഹങ്ങളും ഉണ്ടാകുവാൻ കാരണമെന്ത്? നിങ്ങളുടെ ഉള്ളിൽ പോരാടുന്ന മോഹങ്ങളിൽ നിന്നല്ലയോ അവ ഉണ്ടാകുന്നത്? നിങ്ങൾ മോഹിക്കുന്നു, എന്നാൽ പ്രാപിക്കുന്നില്ല. നിങ്ങൾ കൊല്ലുകയും ദുരാഗ്രഹം കാണിക്കുകയും ചെയ്യുന്നു, എന്നാൽ ആഗ്രഹിക്കുന്നത് ലഭിക്കുന്നില്ല. നിങ്ങൾ കലഹിക്കുകയും പോരാടുകയും ചെയ്യുന്നു. നിങ്ങൾ യാചിക്കായകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും കിട്ടുന്നത് സുഖഭോഗങ്ങൾക്ക് വേണ്ടി ചെലവിടണം എന്ന ദുരുദ്ദേശത്തോടെ യാചിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കാതിരിക്കുന്നു. ദൈവത്തെ ത്യജിച്ച അവിശ്വസ്തരെ, ലോകസ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അതിനാൽ ലോകത്തിന്റെ സ്നേഹിതനാകാൻ ആഗ്രഹിക്കുന്നവൻ ദൈവത്തിന്റെ ശത്രുവായിത്തീരുന്നു. ദൈവം നമ്മിൽ നിവസിപ്പിച്ചിരിക്കുന്ന ആത്മാവിന്റെ വാഞ്ച അതിതീഷ്ണമാണ് എന്ന് തിരുവെഴുത്ത് വ്യർത്ഥമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവോ? അവിടുന്ന് നമുക്ക് അധികം കൃപ നൽകുന്നു. ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നത് അതുകൊണ്ടത്രേ. ആകയാൽ നിങ്ങളെ തന്നെ ദൈവത്തിന് കീഴ്പ്പെടുത്തുവിൻ, പിശാചിനോട് എതിർത്ത് നിൽക്കുവിൻ. അപ്പോൾ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, അവിടുന്ന് നിങ്ങളോട് അടുത്ത് വരും. പാപികളെ, കൈകൾ വെടിപ്പാക്കുവിൻ. ഇരുമനസ്സുള്ളവരെ, ഹൃദയങ്ങൾ ശുദ്ധീകരിക്കുവിൻ. വ്യാകുലപ്പെട്ട് കരയുവിൻ, വിലപിക്കുവിൻ. നിങ്ങളുടെ ചിരി കരച്ചിലായും സന്തോഷം വിഷാദമായും മാറട്ടെ. ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ താഴ്ത്തുവിൻ, എന്നാൽ അവിടുന്ന് നിങ്ങളെ ഉയർത്തും. സഹോദരരെ, അന്യോന്യം ദുഷിക്കരുത്. സഹോദരന് വിരോധമായി സംസാരിക്കുകയോ സഹോദരനെ വിധിക്കുകയോ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിന് വിരോധമായി സംസാരിക്കുകയും ന്യായപ്രമാണത്തെ വിധിക്കുകയും ചെയ്യുന്നു. ന്യായപ്രമാണത്തെ വിധിക്കുമ്പോൾ നീ അതിനെ പാലിക്കുകയല്ല, അതിന്റെ വിധികർത്താവുകയാണ്. ന്യായപ്രമാണദാതാവും ന്യായകർത്താവും ഒരാൾ മാത്രം, രക്ഷിക്കുവാനും നശിപ്പിക്കുവാനും ശക്തിയുള്ളവൻ തന്നെ. അയൽക്കാരനെ വിധിക്കുവാൻ നീ ആര്? ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ ചെന്ന് 1 വർഷം വ്യാപാരം ചെയ്ത് ആദായമുണ്ടാക്കും എന്ന് പറയുന്നവരെ കേൾപ്പിൻ. നാളെ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവിതം എന്താണ്? അല്പനേരത്തേക്ക് കാണപ്പെടുന്നതും പിന്നെ മാഞ്ഞു പോകുന്നതുമായ മൂടൽമഞ്ഞ് മാത്രമല്ലേ? കർത്താവിന് ഇഷ്ടമെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്നത് ഇന്നതൊക്കെ ചെയ്യും എന്നല്ലേ നിങ്ങൾ പറയേണ്ടത്? നിങ്ങളാകട്ടെ വമ്പു പറയുകയും സ്വയം പ്രശംസിക്കുകയും ചെയ്യുന്നു. ഇത്തരം ആത്മപ്രശംസയെല്ലാം ദോഷമാണ്. താൻ ചെയ്യേണ്ട നന്മ എന്താണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാത്തവൻ പാപം ചെയ്യുന്നു.